പൊട്ടിത്തെറിക്കാൻ തിളച്ചൊഴുകാൻ വിതുമ്പുന്നൊരറിവിൻ്റെ ചുട്ടലോഹത്തിൻ്റെ താഴ്വാരങ്ങൾ തൊട്ടുകാണിക്കാം പുഷ്പമുകുളാങ്കുലികളാൽ. സ്വാഗതം. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. അഭിമന്യനായ നോബൽ ഗൈഡ് ശ്രീ വി കെ ശ്രീരാമൻ, IT ഗൈഡ് നിമി, വെൽക്കം ടു ദ ഷോ. ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി നിരവധി ക്വിസ് മത്സരങ്ങളിൽ സമ്മാനിതനായ കണ്ണൂർ ജില്ലയിൽ നിന്നെത്തിയ നയീം ഷെരീഫാണ്. NS മാധവനും ഫുട്ബോളും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു വാക്ക് പറഞ്ഞു. Who was the captain of the South African squad? ജോർജി ഹാജി ഏത് രാജ്യത്തിന് വേണ്ടി കളിച്ചു? നയീം വാക്കിൻ. ഗുഡ് ഈവനിങ്. നയീം എന്തൊക്കെ ചെയ്യുന്നു? ഞാൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആണ്. പിന്നെ കണ്ണൂരിൽ നവഭാരത് IAS അക്കാഡമി അതിൻ്റെ കോർഡിനേറ്ററാണ്. എത്ര ക്വിസ് മത്സരങ്ങൾ ഇതുവരെ പങ്കെടുത്തിട്ടുണ്ട്? എക്സാക്ട്ലി എണ്ണിയില്ല, ബട്ട് എന്തായാലും മോർ ദാൻ ഒരു 200. അശ്വമേധത്തിന്റെ ആദ്യ പതിപ്പ് കണ്ടിട്ടുണ്ട്. രണ്ടാം പതിപ്പിൽ ഞാൻ അന്നേ പറഞ്ഞു, നിങ്ങളുടെ പ്രതിഭയുടെ മാറ്റൊരിക്കൽ കൂടി ഉണ്ടാകും. മത്സരവേദിയിലേക്ക്, വിപരീത സമസ്യയിലേക്ക് കടക്കുന്നതിന് വിജയകരമായി യാഗം പൂർത്തിയാക്കാൻ നയീമിന് കഴിയട്ടെ. യാഗവേദിയിൽ ക്വിസ് എന്ന വാക്ക് ആദ്യമായി സൃഷ്ടിച്ചത് ഐറിഷ് തിയേറ്റർ മാനേജറായ ജെയിംസ് ഡെയ്ലിയാണ്. ആ മഹാനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ക്വിസ് മത്സരങ്ങളിൽ വിജയിയായ നയീമിനോടൊപ്പം ഞാൻ പ്രവേശിക്കുന്നു. യാഗം. നയീം, വെൽക്കം ടു യാഗം. ആദ്യ റൗണ്ട് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപയ്ക്ക് വേണ്ടി ആദ്യ റൗണ്ട്. ഒരു വിഷയമുണ്ട്. ഉപകരണ സംഗീതം. ഉപകരണ സംഗീതം താങ്കൾക്ക് കിട്ടിയ വിഷയം. വെരി ഗുഡ്. താങ്കളോടുള്ള എൻ്റെ വാചകം ശരിയോ തെറ്റോ, ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നയീം, താങ്കൾക്ക് ഈ മത്സരത്തിലെ യാഗത്തിൻ്റെ രണ്ടാം റൗണ്ടിലേക്ക് കടക്കാം. വളരെ ലളിതമായ ഒന്നാണ്. മാൻഡോലിൻ എന്ന ഉപകരണത്തിലൂടെ സംഗീതത്തിലെ പ്രതിഭ തെളിയിച്ച കലാകാരനാണ് മാസ്റ്റർ ശ്രീനിവാസ്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. എന്റെ വാചകം ശരിയാണെന്ന് നയീം, നയീമിന്റെ ഉത്തരം ശരിയാണെന്ന് ഞാൻ. നയീം, you have won ₹1,000. Congrats. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപയ്ക്ക് വേണ്ടി യാഗത്തിലെ രണ്ടാം കടമ്പ. ക്യാരക്ടേഴ്സ്. കഥാപാത്രങ്ങൾ. മിസ് മാർപ്പിൾ എന്ന ബുദ്ധിമതിയായ വിധവയെ സൃഷ്ടിച്ച റൈറ്റർ ആരാണ്? ചോയ്സ് A, അഗത ക്രിസ്റ്റി. ചോയ്സ് B, എഡ്ഗാർ അലൻ പോ. എഡ്ഗാർ അലൻ പോ ആണോ അഗത ക്രിസ്റ്റിയാണോ? അഗത ക്രിസ്റ്റി. അഗത ക്രിസ്റ്റി ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അഗത ക്രിസ്റ്റി തന്നെയാണ് മിസ് മാർപ്പിളിനെ. 2 ഡിറ്റക്റ്റീവുകളാണ്, ഒന്ന് ഹെർക്യൂൽ പൈറോട്ടും മറ്റൊന്ന് മിസ് മാർപ്പിൾ. ഇത് രണ്ടും അഗത ക്രിസ്റ്റിയുടെ. അഗത ക്രിസ്റ്റി മേരി ബെസ് മാസ്കോട്ട് എന്ന പേരിൽ കൃതികൾ എഴുതിയിട്ടുണ്ട്, ഡിറ്റക്റ്റീവ് നോവലുകൾ അല്ലാതെ. ശരി, ഇനി 5000 രൂപയുടെ മൂന്നാം ബൗളിലേക്ക്. മെഡിക്കൽ സയൻസ്. മെഡിക്കൽ സയൻസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർജറികൾ നടത്തിയ റെക്കോർഡ് ആർക്കാണ്? ആധുനിക ഇന്ത്യയിലെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ സർജറികൾ നടത്തിയ ഡോക്ടർ ആരാണ് എന്നാണ് ചോദ്യം. ചോയ്സ് A, ഡോക്ടർ MZ മോഡി. ചോയ്സ് B, ഡോക്ടർ വേണുഗോപാൽ. ആൻഡ് ചോയ്സ് C, ഡോക്ടർ സ്റ്റീവ് K. ഡോക്ടർ MC മോഡി. ഡോക്ടർ MC മോഡി. ഉറപ്പിച്ചു?
ഡോക്ടർ വേണുഗോപാൽ അല്ല. എല്ലാവരും തോന്നുന്നു. ഡോക്ടർ മോഡിയാണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം. ശരിയായ ഉത്തരമാണത് നയീം. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ മോഡി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയകൾ നടത്തിയ സർജൻ അദ്ദേഹം തന്നെയാണ്. ഇനിയുള്ള കടമ്പ, ദ മോസ്റ്റ് ക്രൂഷ്യൽ പോയിന്റ്. നമുക്കൊരു ചിത്രം കാണാം. ഷുവർ. ഈ വ്യക്തിയെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. മാർക്ക് സുക്കർബർഗ്. ഫേസ്ബുക്കിന്റെ സ്ഥാപകനായ മാർക്ക് സുക്കർബർഗിന്റെ ഫേസ്ബുക്കിന്റെ നിറവും നമുക്കറിയാം എന്താണെന്ന്. എന്താണ്? ഒന്ന് മാർക്ക് സുക്കർബർഗ് വിത്ത് ദ ഫേസ്ബുക്ക് ഒന്ന് കാണിക്കാം. എന്താണ് മാർക്ക് സുക്കർബർഗിന്റെ ഫേസ്ബുക്കിന്റെ നിറം? ബ്ലൂ ആൻഡ് വൈറ്റ്. ബ്ലൂ, ബേസിക്കലി ബ്ലൂ, നീല. പ്രൈമറി കളേഴ്സ് 3 ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ, ആൻഡ് ബ്ലൂ. മാർക്ക് സുക്കർബർഗ് കൊടുത്തിരിക്കുന്ന നിറവും ബ്ലൂ. മാർക്ക് സുക്കർബർഗ് ഏറ്റവും കൂടുതൽ കണ്ട കാഴ്ചകൾ ഏത് നിറത്തിലുള്ളവയാണ്? മാർക്ക് സുക്കർബർഗിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ, അദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്നവർക്ക്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക്, അദ്ദേഹത്തിന്റെ രചനകൾ വായിച്ചിട്ടുള്ളവർക്കെല്ലാം ഏറ്റവും പരിചയമായ ഒന്നാണ് ഒരു നിറത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കമന്റ്. ഫേസ്ബുക്കിന്റെ നിറം നീലയാണ് അല്ലേ? എന്റെ ചോദ്യം, പ്രൈമറി കളേഴ്സിൽ നീല അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ട നിറം ഫേസ്ബുക്കിന്റെ നിറമാണ്. നീല, പച്ച, ചുവപ്പ്. മാർക്ക് സുക്കർബർഗ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഏത് നിറത്തിലുള്ള? You have 10 seconds. Please count down. നീല, പച്ച, ചുവപ്പ്. ഫേസ്ബുക്കിന് അദ്ദേഹം നൽകിയ നിറം നീലയാണ്. അദ്ദേഹത്തിന് നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളിൽ പക്ഷേ ഒരു നിറമേ അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അത് നീലയാണോ, പച്ചയാണോ, ചുവപ്പാണോ? Your time ends. നിങ്ങളുടെ സമയം അവസാനിക്കും. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് മിസ്റ്റർ നയീം ഷെറീഫ്. കൺഗ്രാറ്റുലേഷൻസ്. അദ്ദേഹം ഭാഗികമായി കളർ ബ്ലൈൻഡ് ആയിരുന്നു. അദ്ദേഹത്തിന് പച്ചയും ചുവപ്പും കാണാൻ കഴിയുമായിരുന്നില്ല. നീല മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നത്. നയീം ഷെറീഫ് പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. നയീം ഷെറീഫ് ഇനി യജ്ഞവീഥിയിലേക്ക് കടക്കുന്നുവോ, മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നുവോ? എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനം? നയീം ഷെറീഫ് മികച്ച പോരാട്ടം ഈ മത്സരത്തിൽ കാഴ്ചവെച്ചു. യാഗഭൂമി പിന്നിട്ടു. യജ്ഞത്തിലേക്ക് നയീം പ്രവേശിക്കുന്നോ അതോ പിൻവാങ്ങുന്നു? ലെറ്റ്സ് സീ ദ കൗണ്ട് ഡൗൺ. Thumbs up is the sign. Naeem, welcome to the show. നയീം യജ്ഞത്തിലേക്ക് കടക്കുന്നു. നയീമിനെ സംബന്ധിച്ചിടത്തോളം തംസ് അപ്പ് വരും എന്ന് ഞങ്ങൾക്കാർക്കും സംശയമില്ല. കാരണം ഒരു ക്യുസാഡായ നയീമിന് യജ്ഞത്തിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ശരി നയീം, ആ സ്ഫടികഗോളത്തിൽ നിന്നും ഒരു വിഷയം നയീമിന് തിരഞ്ഞെടുക്കാം, നയീമിന് നറുക്കെടുക്കാം. ആ വിഷയത്തെ ആസ്പദമാക്കി നയീം വിചാരിക്കുന്ന വ്യക്തിയെ ശ്രീരാമൻ അപ്രൂവ് ചെയ്യുകയും IT ഗേൾ അത് സപ്പോർട്ട് ചെയ്യും നയീമിനെ എന്ന് ഉറപ്പിക്കുകയും ചെയ്താൽ നമുക്ക് ആരംഭിക്കാമോ? ടേക്ക് എ ലോട്ട്. നയീം വിചാരിച്ച പേര് അത് അംഗീകരിക്കാവുന്ന ഒരു പേരാണോ ശ്രീ VK ശ്രീരാമൻ? അപ്രൂവ് ചെയ്യാവുന്നതാണ്. Are you ready to help him for 5 questions? Yes, of course. So നയീം, ആരംഭിക്കാം. ഷുവർ. യജ്ഞം. യജ്ഞത്തിൽ 3 റൗണ്ടുകളാണ് ഉള്ളത്. ആദ്യ ബൗളിൽ നിന്നും എടുക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു വ്യക്തിയെയാണ് ഇത്തവണ മത്സരാർത്ഥി ആലോചിക്കേണ്ടത്. 25,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അടുത്ത പടിയിലേക്ക്, പരാജയപ്പെട്ടാൽ 2,500 രൂപയുമായി മടങ്ങാം. യജ്ഞത്തിലെ 2ാം റൗണ്ടിൽ മത്സരാർത്ഥി ചിന്തിക്കേണ്ടത് ബൗളിലെ വിഷയത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച ഒരു സംഭവമാണ്. 50,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അടുത്ത പടിയിലേക്ക്, പരാജയപ്പെട്ടാൽ 5,000 രൂപയുമായി മടങ്ങാം. യജ്ഞത്തിലെ 3ാം റൗണ്ടിൽ മത്സരാർത്ഥി ചിന്തിക്കേണ്ടത് ബൗളിലെ വിഷയത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച ഒരു സ്ഥലമാണ്.
1,00,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അന്തിമ മേഖലയായ രാജസൂയത്തിലേക്ക് കടക്കാം. പരാജയപ്പെട്ടാൽ 10,000 രൂപയുമായി പുറത്തേക്ക്. പിൻവാങ്ങിയാൽ 25,000 രൂപ. നെയ്ം വിചാരിച്ച വ്യക്തി പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ. ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? യെസ്. ഇന്ത്യൻ ആണോ? നോ. ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇത്ര ആശയക്കുഴപ്പം. ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അദ്ദേഹത്തിന്? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം, ചരിത്രപരം? യെസ്. രാഷ്ട്രീയം? യെസ്. ദക്ഷിണേന്ത്യയുമായി ബന്ധം? നോ. ഇല്ല. ബ്രിട്ടൻ, ഫ്രാൻസ് ഇതിലൊന്നാണോ രാജ്യം? അല്ല. AD 1900 ശേഷം മരണം? യെസ്. ആണ്. അതെ. രാഷ്ട്രീയമായ പ്രശസ്തിയാണ്, ഇന്ത്യയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. 1900 ശേഷമാണ് മരണം എന്ന് പറഞ്ഞു. ബ്രിട്ടൻ, ഫ്രാൻസ് ഇവയിലൊന്നല്ല. അല്ലല്ല. ബ്രിട്ടീഷുകാരനല്ല, ഫ്രഞ്ചുകാരനല്ല. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഫ്രാൻസ് 5 രാജ്യങ്ങളിൽ പെട്ട ഒരാളല്ല. എന്നാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായ പ്രശസ്തിയുള്ള ഒരാളാണ്. വെരി ഗുഡ്. 1900 ശേഷമാണ് മരണമെന്നും പറഞ്ഞു. 1950 ശേഷം മരണം? അതെ. ആണ്. ആണ്. യൂറോപ്യൻ? നോ. അല്ല. ഏഷ്യൻ? യെസ്. നമ്പർ 14, സാർക്ക് രാജ്യങ്ങളിൽ ഒന്നാണോ? യെസ്. ആണ്. അതെ. 15, അദ്ദേഹം is a Muslim by religion? യെസ്. Was he more than a ruler in his country? ആ രാജ്യത്തിൽ ഭരണാധികാരിയെക്കാളും മുകളിൽ സ്ഥാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്? നോ. നോ. ഇനി 2 ചോദ്യങ്ങൾ എനിക്കും നയ്യിമിനും ഇടയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 17, ഭാരതത്തിൽ ജനിച്ച് പാകിസ്ഥാനിൽ ജീവിക്കുകയും പാകിസ്ഥാനിലെ രാഷ്ട്രീയ മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണോ താങ്കളുടെ മനസ്സിൽ? യെസ്. ഇൻഡോ പാക് യുദ്ധകാലത്ത് അദ്ദേഹം പാക് മന്ത്രിസഭയിലുണ്ടായിരുന്നു? ഇല്ല. ഇല്ല. നോ. പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റോ ആയിരുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്. വാസ് ഹി ഇൻ ദ മിനിസ്ട്രി, പാകിസ്ഥാൻ മിനിസ്ട്രി, വൈൽ ഇൻഡോ പാക് വാർസ് ഹാപ്പൻഡ്? നോ. ഷുവർ? ഷുവർ. ഡെത്ത് ആഫ്റ്റർ 1950 എന്ന് പറയുകയും ചെയ്തു. യെസ്. ഇന്ത്യയിൽ ജനിച്ചു, പഴയ ഭാരതത്തിൽ ജനിച്ചു. പാകിസ്ഥാനിലേക്ക് വിഭജനത്തിന് ശേഷം അദ്ദേഹം യാത്രയായി. യെസ്. അദ്ദേഹം പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു, പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി തന്നെയായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ജിന്ന സാഹിബിൻ്റെയും ലിയാഖത്ത് അലി ഖാൻ്റെയും ഒക്കെ കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു.
പക്ഷെ അദ്ദേഹം പാകിസ്ഥാൻ മന്ത്രിസഭയിൽ 2 ഇൻഡോ പാക് യുദ്ധകാലത്തും ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. അത് ശരി തന്നെയാണ് ആ ഉത്തരം, അല്ലേ? യെസ്, ശരി. വേണ്ടില്ല. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. പറയൂ, ആരെയാ വിചാരിച്ചത്? സർ, മുഹമ്മദ് സഫറുള്ള ഖാൻ. മുഹമ്മദ് സഫറുള്ള ഖാൻ. വൈ? He drafted the resolution for Pakistan state. സർ അൽ ഹജ് മുഹമ്മദ് സർഫുള്ള ഖാൻ ആധുനിക പാകിസ്ഥാന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഖ്യധാരാ പ്രവർത്തകരിൽ ഒരാൾ. രാഷ്ട്രീയ പ്രവർത്തകൻ. പാകിസ്ഥാന്റെ ആദ്യ വിദേശകാര്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന് മുഹമ്മദ് സഫറുള്ള ഖാന് ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് ലഭിച്ച ബിരുദം, പട്ടം എന്താണ്? നൈറ്റ്ഹുഡ്, അല്ലേ? KCSI, നൈറ്റ് കമാൻഡർ, സ്റ്റാർ ഓഫ് ഇന്ത്യ. നൈറ്റ്ഹുഡ്, അത് തന്നെ, നൈറ്റ്ഹുഡ്. അതിനാണ് നൈറ്റ്ഹുഡ് എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷ് രാജ്ഞി സഫറുള്ള ഖാന് നൈറ്റ്ഹുഡ് നൽകി ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ പദ്ധതിയാണ്, അല്ലേ, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാനുകളാണ് ഇന്ന് നമ്മൾ കാണുന്ന 2ന്റെ കാലം എന്ന് പറയാം. 2ന്റെ ആവിർഭാവം, അല്ലേ? കൺഗ്രാറ്റ്സ് നെയ്ം. താങ്ക് യു. 50,000 രൂപയ്ക്ക് വേണ്ടിയുള്ള 2ാം സെഗ്മെന്റിലേക്ക് നെയ്യും യാത്രയാകുന്നു. മനോഹരമായ മത്സരം, ഉജ്ജ്വലമായ ചിന്ത നഈം ഷെരീഫിന്റെ. മത്സരങ്ങളിലൂടെയുള്ള പഴക്കം നഈം ഷെരീഫിന്റെ ചിന്തയ്ക്ക് ആക്കം കൂട്ടി, ആഴവും കൂട്ടി. Now you are moving to rupees 50,000. മെർക്ക് റിയൽറ്റേഴ്സ് നൽകുന്ന 50,000 രൂപ. വ്യക്തികളെ വിചാരിക്കാനുള്ള പ്രയാസത്തിനേക്കാൾ എളുപ്പമാണ് സംഭവങ്ങൾ വിചാരിക്കുക. കാരണം ലോകാരംഭം മുതൽ ഇന്ന് വരെ ഈ പ്രപഞ്ചത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ, അല്ലേ? നഈം വിചാരിച്ച ആ സംഭവം, ശ്രീ VK ശ്രീരാമൻ, ഇത് അംഗീകരിക്കപ്പെടാവുന്ന ഒരു സംഭവമാണോ? Approved. Are you ready to help him by 6 chances? In 6 chances. Yes. നഈം, ഇക്കുറി എൻ്റെ ചോദ്യങ്ങളുടെ എണ്ണം 19. നഈമിനുള്ള ലൈഫ് ലൈൻ അവസരങ്ങൾ 6. ലൈഫ് ലൈൻ നഈമിന് ഉപയോഗിക്കാനുള്ളതാണ്, എനിക്കല്ല. ബിക്കോസ് നഈമിന് സംശയമുണ്ട് എങ്കിൽ ലൈഫ് ലൈൻ ഉപയോഗിക്കാം. തെറ്റ് പറഞ്ഞാൽ അത് അയോഗ്യതയാക്കപ്പെടും. ഓക്കെ, കാരണം ബിക്കോസ് യു ഹാവ് എ സിസ്റ്റം, യു ഹാവ് എ കമ്പ്യൂട്ടർ ഗൈഡ്, നിങ്ങളെ സഹായിക്കും. നഈം വിചാരിച്ച സംഭവം ഒരു നല്ല സംഭവമാണ്. ഓക്കെ, ഫൈൻ. നഈം വിചാരിച്ച സംഭവം നല്ലതെന്നോ ചീത്തയെന്നോ വ്യാഖ്യാനിക്കാവുന്ന ഒരു സംഭവമാണോ? അതായത് സംഭവങ്ങൾക്ക് 2 തരത്തിൽ സംഭവങ്ങളുണ്ട്. ഒന്നുകിൽ അതൊരു ഗുഡ് ഇൻസിഡന്റ് എന്ന് മെജോറിറ്റി ഓഫ് ദ സൊസൈറ്റി പറയുന്ന, അല്ലെങ്കിൽ അതൊരു ബാഡ് ഇൻസിഡന്റ് എന്ന് മെജോറിറ്റി ഓഫ് ദ സൊസൈറ്റി പറയുന്ന ഇൻസിഡന്റ്. ചില സംഭവങ്ങളുണ്ട് ഇത് രണ്ടുമല്ല, ഈക്വലി ഗുഡ് ആൻഡ് ബാഡ്. ചിലർ അത് പറയും അത് നല്ല സംഭവം, ചിലർ പറയും അത് മോശം സംഭവം. I'll take a lifeline. I don't want your line. No, I will take a lifeline. You will take a lifeline. Yeah. Okay. അതെ, അങ്ങനെയാണ്. It's a positive incident, right? Okay. Yes. Positive. ആണ്. Okay. ഞാൻ പറയുന്നത് എല്ലാ സംഭവത്തിനും 2 വശമുണ്ട്. ഇപ്പോൾ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയി 3 ഭീകരർ ചേർന്ന് തകർത്തു കഴിഞ്ഞാൽ അപ്പോഴും വേണമെങ്കിൽ നഈമിന് വാദിക്കാം തകർത്ത ഭീകരർക്ക് അതൊരു നല്ല സംഭവമല്ലേ എന്ന്. അങ്ങനെയല്ല, മനസ്സിലായില്ലേ? ശരി. ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം. No. ഏഷ്യയിൽ നടന്ന സംഭവം. No. 1950 ശേഷം നടന്ന സംഭവം. Yes. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നടന്ന സംഭവം. No. യൂറോപ്പിൽ നടന്ന സംഭവം. Yes. രാഷ്ട്രീയമോ സാംസ്കാരികമോ ആയ, മതപരമോ ആയ ഒരു സംഭവം. No.
കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം യെസ് ആണ്. ആണ്. രണ്ടായിരത്തിന് ശേഷം നടന്ന സംഭവം. നോ. ആ സംഭവം ഒരു പ്രത്യേക കായിക താരവുമായി ബന്ധപ്പെട്ട സംഭവമാണോ? ലൈഫ് ലൈൻ. അല്ല. അല്ല. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണോ? നോ. 1980 ശേഷം നടന്ന സംഭവമാണോ? നോ. അല്ല. അല്ല. ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെ ആദ്യത്തെ എന്ന് ഒരു പ്രത്യേക തലത്തിലെങ്കിലും ആദ്യത്തേത് എന്ന് പറയാവുന്ന ഒരു ലോക ചാമ്പ്യൻഷിപ്പുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടോ? യെസ്. ഉണ്ട്. ഈ സംഭവം നടക്കുന്നതിന് മുൻപും ആ ലോക ചാമ്പ്യൻഷിപ്പ് ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടായിരുന്നു? അതെ. അല്ല, ആ സംഭവം ആദ്യത്തെയാണ്. ആ സംഭവം ആദ്യത്തെ ഒരു ചാമ്പ്യൻഷിപ്പ് എന്നതിനെ പറയാമോ ഏതെങ്കിലും തലത്തിൽ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ അതെ എന്ന് പറഞ്ഞു. ആക്ച്വലി ആ സംഭവം ആദ്യത്തെ ബട്ട് ചാമ്പ്യൻഷിപ്പ് കുഴപ്പമില്ല. ഇനിയും 4 ലൈഫിൽ ഇനിയും. ഓക്കെ. സോ നമ്പർ 13 റിപ്പീറ്റ്. നിങ്ങൾ ഓരോ ലൈഫ് ലൈൻ ഉപയോഗിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ കൗണ്ടഡ് ആകാതെ വാലിഡ് അല്ലാതെ പോവുകയാണ്. ഓക്കെ. ഓക്കെ. ആ സംഭവത്തിന് ഏതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധമുണ്ടോ? ഇല്ല. ഇല്ല. 14 ഏതെങ്കിലും മത്സരമോ വിജയമോ ഒരു രാജ്യത്തിന്റെ വിജയമോ ആണോ ആ സംഭവം? ഒരു ടീമിന്റെ വിജയമോ ഒരു മത്സരമോ ആണോ ആ സംഭവം? ലൈഫ് ലൈൻ ആണ്. 14ലും ലൈഫ് ലൈൻ എടുത്തു. സോ 14 റിപ്പീറ്റ്. 1980 ശേഷമാണോ എന്ന് ചോദിച്ചപ്പോ അല്ല എന്നാണ് പറഞ്ഞത്. 50 ശേഷം ആണ് എന്നുമാണ് താങ്കൾ പറഞ്ഞത്. 15 1960 ശേഷമാണോ? അല്ല. 16 ആ വിജയി ഒരു ദക്ഷിണ അമേരിക്കൻ രാജ്യമാണോ? അല്ല. അല്ല. Sure, sir. The winner is not a Latin American country. So name, congratulations. 1954 ഫുട്ബോൾ ലോകകപ്പിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് നെയ്ം മനസ്സിൽ വിചാരിച്ചത്. എനിക്കറിയില്ല നെയ്ം എന്താണ് വിചാരിച്ചത്. ഓക്കെ. 1954 വേൾഡ് കപ്പിൽ സ്കോട്ട്ലൻഡ് ടീം അവരെ കോച്ചായ ആൻഡി ബാറ്റി പുള്ളിക്കാരൻ ടീം വിട്ടുപോയി. പകരം അവരുടെ ക്യാപ്റ്റനായ വാലി ഓർമണ്ട് അദ്ദേഹം കോച്ചിൻ്റെ സ്ഥാനം കൂടി ഏറ്റെടുത്തു. ബിക്കോസ് ക്യാപ്റ്റൻ കം കോച്ച് ഓഫ് സ്കോട്ട്ലൻഡ്. അപ്പം വേൾഡ് കപ്പ് ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഈ ഒരു ഇൻസിഡന്റ് ആദ്യമായിട്ടാണ്. 1954 ലോകകപ്പ് നടന്നത് സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരുന്നു. ഒടുവിൽ ഫൈനലിൽ വിജയികളായത് വെസ്റ്റ് ജർമ്മനിയായിരുന്നു. ഹംഗറിക്കെതിരെ 3 ഗോളുകൾ തൊടുത്തുവിട്ടാണ് ജർമ്മനി ലോകകപ്പ് സ്വന്തമാക്കിയത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉജ്ജ്വലമായ ഒരു സംഭവം എന്ന് നെയ്യും കരുതുന്ന ഒരു സംഭവമാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഒരു സംഭവമാണത്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കളിക്കളത്തിൽ ഇറങ്ങുന്നതും ആദ്യം ഇറങ്ങിയപ്പോൾ അത് ആദ്യത്തെ സംഭവം തന്നെയായിരിക്കും. അത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങൾ മനസ്സിൽ വിചാരിച്ച് നെയ്യും യാത്ര തുടരുന്നു. നെയ്യും ഒരു വിഷയം അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. എടുത്തോ? വെരി ഗുഡ്. ആ വിഷയത്തെക്കുറിച്ച് നെയ്യും ഇക്കുറി വിചാരിക്കേണ്ടത് ഒരു സ്ഥലമാണ്. ആ വിഷയം വഴി പ്രസക്തമായ ഒരു സ്ഥലം. ഓൾ ദി ബെസ്റ്റ്.
ആകസ്മികമായി ലഭിക്കുന്ന വിഷയത്തെക്കുറിച്ച് മത്സരാർത്ഥി വിചാരിക്കുന്ന സ്ഥലമാണ് അടുത്ത റൗണ്ടിൽ. യജ്ഞം റൗണ്ട് 3. സോ നഈം ഷെരീഫ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നഈം ഷെരീഫ് യജ്ഞത്തിൻ്റെ ഈ 3-ാം റൗണ്ടിൽ വിചാരിച്ച സ്ഥലം ശ്രീ വി കെ ശ്രീരാമൻ അത് അംഗീകരിക്കുന്നു. അപ്രൂവ്ഡ്. And IT guide, you are ready to support him 7 times. Sit down. ഇക്കുറി നഈമിന് 7 ലൈഫ് ലൈൻ വരെ സ്വീകരിക്കാം. അത് കഴിഞ്ഞാൽ അയോഗ്യനാവും. ബോധപൂർവം തെറ്റ് പറഞ്ഞാൽ അയോഗ്യൻ. റെഡി? സംശയമുണ്ടെങ്കിൽ ലൈഫ് ലൈൻ സ്വീകരിക്കും. ഓൾ ദി ബെസ്റ്റ്. നഈം വിചാരിച്ച സ്ഥലം ഏഷ്യയിലാണ്. അല്ല. ഒരു രാജ്യമോ ഒരു നഗരമോ ആണോ അത്? നഗരം. താങ്ക് യു. യെസ് ഓർ നോ പറഞ്ഞാൽ പോരെ. എൻ്റെ ഒരു ചോദ്യമില്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലാണോ? അല്ല. യൂറോപ്പ്? അല്ല. അല്ല. ഇസ് ഇറ്റ് എ ക്യാപിറ്റൽ സിറ്റി? നോ. ഏഷ്യയിലല്ല, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലല്ല, യൂറോപ്പിലല്ല. അതൊരു തലസ്ഥാന നഗരവും അല്ല. ഗുഡ്. ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിലാണോ? അതെ. ആണ്. രാജ്യം ഓസ്ട്രേലിയ ആണോ? അതെ. പ്രശസ്തരായ ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട ആ സ്ഥലത്തിന് പ്രശസ്തിയുണ്ടോ? ലൈഫ് ലൈൻ. ആണ്. അല്ല. സെവൻത് ക്വസ്റ്റ്യൻ വാസ് എ ലൈഫ് ലൈൻ. ആ സ്ഥലത്തിൽ പ്രശസ്തമായ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. അന്തർദേശീയ മത്സരങ്ങൾ നടക്കുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആ സ്ഥലത്തിലുണ്ടോ? ലൈഫ് ലൈൻ. ഉണ്ട്. 2 ലൈഫ് ലൈൻ എടുത്തു. തലസ്ഥാന നഗരമല്ല എന്ന് പറയുകയും ചെയ്തു. SXYZ ഇവയിലൊന്നിലാണോ ആ സ്ഥലത്തിന്റെ പേര് ആരംഭിക്കുന്നത്? യെസ്. SXYZ ഇവയിലൊന്നിലാണ്. യെസ്. ആ സ്ഥലത്തിൽ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടോ? ലൈഫ് ലൈൻ. ഉണ്ട്. താങ്കൾ വിചാരിച്ച സ്ഥലം തിരുവനന്തപുരമാണ്. 9ാമത്തെ ചോദ്യം. അല്ല. അർദ്ധരാത്രിയുടെ മറുവശത്തിന്റെ കർത്താവ് ആ സ്ഥലത്തിന്റെ ആദ്യ പകുതിയാണ്. ദ അതർ സൈഡ് ഓഫ് മിഡ് നൈറ്റ്. ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. അർദ്ധരാത്രിയുടെ മറുവശം സൃഷ്ടിച്ച വ്യക്തിയുടെ ആദ്യ പകുതി നഈമിന്റെ ഹൃദയത്തിലുണ്ടോ എന്നാണ്. ഉണ്ട്. അർദ്ധരാത്രിയുടെ മറുപകുതി മാത്രമല്ല, മാലാഖമാരുടെ അഭിലാഷങ്ങൾ ഉണ്ടാക്കിയതും. മാലാഖമാരുടെ അഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാൽ ദ റേജ് ഓഫ് ഏഞ്ചൽസ്. അർദ്ധരാത്രിയുടെ മറുവശം ദ അതർ സൈഡ് ഓഫ് മിഡ് നൈറ്റ്. ഇതെല്ലാം സൃഷ്ടിച്ചത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലർ സമ്മാനിച്ച ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ്, 12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയ മഹാനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പകുതി തന്നെയാണ് നഈം വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ 2ാം പകുതി എന്താണെന്ന് നഈമിന് അറിയാം. എന്നിട്ട് നഈം മനഃപൂർവ്വം പറയാതിരുന്നതാണ് അല്ലേ? അതറിയാൻ വേണ്ടി ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ 2ാം പകുതി നഈമിന് അറിയാമോ? ആക്ച്വലി അറിയില്ലാത്തത് കൊണ്ടാണോ ലൈഫ് ലൈൻ ചോദിച്ചത്? അല്ല, ആ ടൈം എനിക്ക് പെട്ടെന്ന് മെമ്മറിയിൽ വന്നിട്ടില്ല. ബട്ട് ഒരിക്കൽ അങ്ങോട്ട് ചോദിച്ചപ്പോൾ എനിക്ക് കത്തിയത്. നഈം വിചാരിച്ചത് സിഡ്നി ആണ് എന്ന് ഞാൻ കരുതുന്നു. ശരിയാണോ? ശരി. സിഡ്നി ഷെൽട്ടന്റെ വളരെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് അർദ്ധരാത്രിയുടെ മറുവശവും മാലാഖമാരുടെ അഭിലാഷം, ദ റേജ് ഓഫ് ഏഞ്ചൽസും ദ അതർ സൈഡ് ഓഫ് മിഡ് നൈറ്റ്. സിഡ്നി ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ജനസംഖ്യയേറിയ നഗരമാണ് സിഡ്നി. ഇതിന്റെ മെട്രോപൊളിറ്റൻ പ്രദേശത്തിലെ ജനസംഖ്യ ഏകദേശം 42.8 കോടിയാണ്. സൗത്ത് വെയിൽ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം. സിഡ്നിക്ക് തുറമുഖ നഗരം എന്ന വിളിപ്പേരുമുണ്ട്. But still you are not losing anything, man. അവിടെ പിൻവാങ്ങിയിരുന്നെങ്കിലും 10,000 രൂപ കിട്ടുമായിരുന്നു. ഇപ്പോഴും താങ്കൾക്ക് 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് കിട്ടുന്നു.
കൺഗ്രാറ്റുലേഷൻസ്, യു ഡിഡ്ന്റ് ലൂസ് എനിത്തിങ് ബൈ ദാറ്റ് ഡിസിഷൻ. യജ്ഞത്തിൽ ഏർപ്പെടാനുള്ള തീരുമാനം കൊണ്ട് നഈമിനൊന്നും നഷ്ടപ്പെട്ടില്ല. ഒപ്പം 2 റൗണ്ട് മത്സരിക്കാനും. നിമി പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ് നഈം. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ക്യാഷ് അവാർഡ്, ഒപ്പം ഈ അശുഭം. നഈം തന്ത്രജ്ഞനായ സ്ട്രാറ്റജിസ്റ്റായ ഒരു മത്സരാർത്ഥിയാണ്. ചാണക്യ തന്ത്രങ്ങളാണ് നഈമിനുള്ളത്. അറിയാമെന്നുള്ള കാര്യങ്ങളിൽ പോലും ലൈഫ് ലൈൻ സ്വീകരിക്കുക മുതലായവ അത്തരം തന്ത്രങ്ങളാണ്. ഭാരതം അതിൻ്റെ രാഷ്ട്രമീമാംസയുടെ ചരിത്രത്തിൽ 2 മഹാപ്രതിഭകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരാൾ തന്ത്രങ്ങളുടെ മഹാസൂത്രശാലി, മറ്റൊരാളാകട്ടെ നേരിൻ്റെ സത്യസന്ധതയുടെ പ്രതീകം. ഒന്ന് ചാണക്യനാണെങ്കിൽ മറ്റൊന്ന് ഗാന്ധിജി. ചാണക്യനെ നമുക്കിഷ്ടപ്പെടാം, ചാണക്യൻ്റെ വഴികൾ സ്വീകരിക്കാം, അത് വിജയത്തിൻ്റെ വഴിയാണ്. ഗാന്ധിജിയുടെ ചിരിയും നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒരു നാൾ നിങ്ങളതിൽ ആകൃഷ്ടരായി ബോധപൂർവം തന്നെ അതിൻ്റെ വഴിയിലേക്ക് മടങ്ങിയെത്തും. കാരണം ആ ചിരിയിലൂടെ ചിരിക്കുന്നു വിനയം എന്ന വലിയ വാക്ക്. ഈ ദിവസത്തെ അടുത്ത മത്സരാർത്ഥി മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് നിന്ന് മമ്പാട് നിന്നെത്തിയ മുഹമ്മദ് ഹാഫിസ് ബി. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹാഫിസ് മുഹമ്മദിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, ഞാൻ ഹാഫിസ് മുഹമ്മദ്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള മമ്പാടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ പഠിക്കുന്നത് മമ്പാടിനടുത്തുള്ള കാട്ടുമുണ്ട ഗവൺമെന്റ് യു പി സ്കൂളിലാണ്. അവിടെ ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവസാനമായി ചന്ദ്രനിൽ പോയതാണ് യൂജിൻ സർനാൻ. ചോദ്യം ചോദിക്കുന്നത് യൂജിൻ സർനാനാണ് അവസാനമായി ചന്ദ്രനിൽ പോയത്. ശരിയാണ്. അശ്വമേധത്തിലേക്ക് സെലക്ഷൻ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. മുഹമ്മദ് ഹാഫിസ്, വാക്ക് ഇൻ. ശരി മോനെ. ഹാഫിസ് മഞ്ചേരിയിൽ ഓഡിഷന് വന്നു, നന്നായി പെർഫോം ചെയ്തു വന്നു. ഇന്നിവിടെ അശ്വമേധത്തിലേക്ക് വിളിക്കപ്പെട്ടു. ഈ രാത്രിയിൽ അശ്വമേധത്തിൽ മത്സരിക്കും. യാഗത്തിലേക്ക് മോന് കടക്കാം. ഇഷ്ടമാണ് മത്സരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. യാഗം. ഹാഫിസ് മുഹമ്മദ് എന്ന കൊച്ചുമിടുക്കനൊപ്പം യാഗം. സോ ഹാഫിസ്, യാഗത്തിലേക്ക് സ്വാഗതം. ആ ബൗളിൽ നിന്നൊരു വിഷയം എടുത്തു. സംഗീതം. നോക്കട്ടെ മോനെ. സംഗീതം നല്ല വിഷയമാണ്. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മോൻ പറഞ്ഞു. റെഡി? നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന കേട്ടിട്ടില്ലേ? ജനഗണമനയ്ക്ക് സംഗീതം പകർന്നത്, ജനഗണമനയുടെ സംഗീത സംവിധാനം, നമ്മൾ ഇന്ന് കേൾക്കുന്ന സംവിധാനം നിർവഹിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ശരിയോ തെറ്റോ? ശരി. ജനഗണമനയുടെ മ്യൂസിക് ഡയറക്ടർ സംഗീതം കൊടുത്തത് ടാഗോറാണ് എന്ന എൻ്റെ വാചകം ശരിയാണ്. ആണ്. ഹാഫിസ് മുഹമ്മദ് പറയുന്നു ജനഗണമന രചിച്ചത് മാത്രമല്ല അതിൻ്റെ സംഗീതം നിർവഹിച്ചതും ടാഗോറാണ് എന്ന്. ഹാഫിസ്, മോന്റെ ഉത്തരം 100% ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. റിയൽറ്റേഴ്സിന്റെ 1000 രൂപ ഹാഫിസ് നേടി. 2500 രൂപയ്ക്ക് വേണ്ടി അടുത്ത എടുത്തോളൂ. എന്താണ് മോനെ? ബഹിരാകാശം, സ്പേസ്. ബഹിരാകാശം, സ്പേസ് സയൻസ് അല്ലേ? താഴെ പറയുന്നവരിൽ ആരാണ് വാലന്റീന ടെരഷ്കോവയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയിട്ടുള്ള വനിത, റഷ്യൻ വനിത? റെഡി? 1 സോയ സ്വെറ്റ്ലാന, 2 മായ ഷിദ്ബുർനെസി. സോയ സ്വെറ്റ്ലാന, മായ ഷിദ്ബുർനെസി.
ഓപ്ഷൻ 1. ഓപ്ഷൻ 1 സോയ സ്വെറ്റ്ലാന. ശരിയായ ഉത്തരം ഹാഫിസ് മുഹമ്മദ്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് 2500 രൂപ. മിർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപ നേടിയ ഹാഫിസിന് ഇനി മൂന്നാം കടമ്പയിലേക്ക്. യെസ്. നാണയങ്ങൾ. നോക്കട്ടെ. നാണയങ്ങൾ. നാണയങ്ങൾ നല്ലൊരു വിഷയമാണ് അല്ലേ? 3 ഉത്തരങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ശരിയായ ഉത്തരം. ആദ്യം ഉത്തരങ്ങൾ കേൾക്കുക. ഉത്തരങ്ങൾ ആദ്യം കേൾക്കുക. കുശാന വംശം, ഗുപ്ത വംശം, ഖിൽജി വംശം. ഇതിൽ ഏത് വംശം ആണ്, ഏത് വംശത്തിലെ രാജാവാണ് ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ കുശാന വംശം. കുശാന വംശം കനിഷ്കന്റെയും മറ്റും കുശാന വംശം, വിക്രമാദിത്യന്റെ ഗുപ്തവംശം, അലാവുദ്ദീൻ ഖിൽജിയുടെ ഖിൽജി വംശം. ഇതിലേതാണ് മോൻ ഉറപ്പിച്ചത്? ഫൈനൽ ചാൻസ്. ഓപ്ഷൻ എ. കുശാന വംശം. ശരിയായ ഉത്തരമാണ് മോനെ, ശരിയായ ഉത്തരമാണ് കുശാന വംശം. പെർഫെക്റ്റ്. ആൻഡ് ഇനി ഒരേ ഒരു കടമ്പ മതി ഹാഫിസ് മുകളിലേക്ക് കടക്കാൻ. ഹാഫിസ് ഒരു വിഷ്വൽ കാണാം. റെഡി? റെഡി. ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്? ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയത് ഗാന്ധിജി ആൻഡ് മൈ ലൈഫ്. ഗാന്ധിജിയോടൊപ്പം നടന്നു ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അല്ല മോനെ, വേറൊരാളുടെ പേര്. ഗാന്ധിജിയോടൊപ്പം അദ്ദേഹം പോകുന്നിടത്തെല്ലാം സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഒരവസരം കൂടി, അതുമല്ല. വരൂ ഹാഫിസ്, ഒരവസരം കൂടിയുണ്ട് ഹാഫിസ്. അറിയില്ലല്ലേ മോനെ? ഇല്ല. അതിലൊന്നും കാര്യമില്ല. പക്ഷെ ഇനി അറിയണം. ലൂയി ഫിഷറാണ് ഗാന്ധിജിയുടെ ആ ജീവചരിത്രം എഴുതിയത്. ഒരു ഭാരതീയനല്ല എഴുതിയത്. അച്ഛനോട് ഇനി പറയണം. എന്ത് പറയും? ഈ ബുക്ക് വാങ്ങിച്ചു തരാൻ പറയും. മിടുക്കൻ. പുസ്തകങ്ങൾ വായിക്കണം കേട്ടോ. നിമി പ്ലീസ്, വായിച്ചു തുടങ്ങുന്ന പ്രായമാകുന്നേ ഉള്ളൂ. ഒരുപാട് വായിക്കും കേട്ടോ മോനെ. മിടുക്കനാണ്. ഈ അവസരം താൽക്കാലികമായ ഒരു നഷ്ടമാണ്. അശ്വമേധത്തിൽ തന്നെ ഹാഫിസ് മുഹമ്മദിന്റെ പെർഫോമൻസ് കണ്ടാൽ ഓൺ പബ്ലിക് ഡിമാൻഡ് ഒരവസരം കൂടി ഹാഫിസിന് കൊടുത്തൂടെ എന്ന ചോദ്യങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് ഉയർന്നാൽ, നവമാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ ആ വിഷയം ഉന്നയിച്ചാൽ, യു വിൽ ബി കോൾഡ് അഗൈൻ. ഷുവർ. ഹാഫിസ്, കൺഗ്രാറ്റുലേഷൻ. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ഒരു സാന്ത്വന സമ്മാനമാണ് ഹാഫിസിന് ലഭിക്കുക. ₹1000. പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കും ഹാഫിസ്. ഭാവിയുടെ വാഗ്ദാനമാകും. യു വിൽ ബി എ വർത്തി സിറ്റിസൺ. സംശയമില്ല. ലോകത്തിൽ മനുഷ്യരുടെ ആൾക്കുരങ്ങായിരുന്നു. അവൻ ആൾക്കുരങ്ങായി തന്നെ തുടർന്നു. മനുഷ്യരിലേക്കുള്ള അവന്റെ വളർച്ച പൂർണ്ണമായത് ഈ ലോകത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ട ദിവസമാണ്. ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നെത്തിയ PM ആതിരയാണ്. ആതിര PM. ഓഫ് ദ ഫിറ്റസ്റ്റ്. ഒരു കൃതിയുടെ പേരാണ് സുരേഷിന്റെ കഥ. ആതിര പ്ലീസ് വാക്ക്. നമസ്കാരം ആതിര. രാത്രി ഒരുപാട് വൈകി അല്ലേ? ശരി. ആതിര കോഴിക്കോട് ജില്ലയിൽ എവിടെയാണ് വീട്? കോഴിക്കോട് മാപ്പിയൂർ. ആതിര എന്ത് ചെയ്യുന്നു? ഡിഗ്രി ഫസ്റ്റ് ഇയർ. എന്താണ് വിഷയം? സോളജി, BSc സോളജി. BSc സോളജി. ഇഷ്ടപ്പെട്ട വിനോദം എന്താ? ഇഷ്ടപ്പെട്ട വായിക്കും, കളിക്കും, ഷട്ടിൽ കളിക്കും. ഷട്ടിൽ കളിക്കും. വെരി ഗുഡ്.
പിന്നെ പാചകം ചെയ്യും. പാചകം ചെയ്യും. ഓൾ ദ ബെസ്റ്റ് ആതിര. താങ്ക്സ്. ശരി, യാഗഭൂമിയിലേക്ക് ആദരിക്കുന്നു. ആതിര ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കും എന്ന് പറഞ്ഞു. സൈന നെഹ്വാളിൻ്റെയും PV സിന്ധുവിൻ്റെയും ഒക്കെ സമകാലിക വാർത്തകൾക്കിടയിൽ മലയാളിക്ക് അഭിമാനിക്കാൻ HS പ്രണോയിയുടെ ഇന്തോനേഷ്യൻ ഓപ്പണിലെ വിജയവും. പ്രണോയ്ക്ക് അഭിനന്ദനങ്ങൾ. ആതിരയുമൊത്ത് ഞാൻ പ്രവേശിക്കുന്നു. യാഗം. ആതിര, ഓൾ ദ ബെസ്റ്റ്. 1000 രൂപയ്ക്ക് വേണ്ടി മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയ്ക്ക് വേണ്ടിയുള്ള ആദ്യ വിഷയം തിരഞ്ഞെടുത്തു. മനുഷ്യൻ. എൻ്റെ വാചകം ശ്രദ്ധിച്ചു കേൾക്കൂ. ആ വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം ആര് പറഞ്ഞാൽ മതി? ആതിര പറഞ്ഞാൽ മതി. റെഡി? എമിലോ പാമ എന്ന മനുഷ്യന്റെ പ്രശസ്തി അന്റാർട്ടിക്കയിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യൻ എന്നതാണ്. ശരിയോ തെറ്റോ? അന്റാർട്ടിക്കയിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യനാണ് എമിലോ പാമ. ശരി അല്ലെങ്കിൽ തെറ്റ്? ട്രൂ. അന്റാർട്ടിക്കയിൽ മനുഷ്യൻ ജനിക്കുമോ? അതിനെതിരെ ശരിയാണ്. അന്റാർട്ടിക്കയിൽ ജനിച്ച മനുഷ്യനാണ് എമിലോ പാമ. അർജന്റീനയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ അച്ഛനും അന്റാർട്ടിക്കയിലേക്ക് പോവുകയും അവിടെ വെച്ചാണ് ഗർഭിണിയായ അമ്മ എമിലോ പാമയ്ക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. ശരിയായ ഉത്തരമാണ്. 1000 രൂപ ആതിരയ്ക്ക് സ്വന്തം. 2500 രൂപയുടെ രണ്ടാം കടമ്പയിൽ തിരഞ്ഞെടുത്തോളൂ. എന്താണ് ആതിര? സഞ്ചാരം ആണ് ആതിരയ്ക്ക് ലഭിച്ച വിഷയം. നോക്കട്ടെ. താഴെ പറയുന്നവരിൽ ആരുടെ സദസ്സിലേക്കാണ് മാർക്കോ പോളോ സഞ്ചരിച്ചെത്തിയത്? റെഡി? ചെങ്കിസ് ഖാൻ, കുബ്ലൈ ഖാൻ. ഓപ്ഷൻ എ ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ. കൺഫേംഡ്? കൺഫേംഡ്. വരിക. അതിന ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കാറുള്ളത്? നോവൽസ് വായിക്കും, കഥകൾ വായിക്കും. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ സഞ്ചാരിയായിരുന്നു മാർക്കോ പോളോ. മാർക്കോ പോളോ കേട്ടിട്ടില്ലേ? മാർക്കോ പോളോയുടെ തന്നെ ഏറ്റവും വലിയ സഞ്ചാരം, ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം കുബ്ലൈ ഖാന്റെ രാജസദസ്സിലേക്ക് എത്തി. കുബ്ലൈ ഖാന്റെ രാജസദസ്സിൽ അംഗമാവുകയും ചെയ്തു ഏറെക്കാലം മാർക്കോ പോളോ. ചെങ്കിസ് ഖാന്റെ രാജസദസ്സിലേക്ക് ഒരാൾ അദ്ദേഹത്തെ കാണാനെത്തോ? ചെങ്കിസ് ഖാൻ സ്വന്തം രാജ്യം വിട്ട് ലോകം കീഴടക്കാൻ ഇറങ്ങിയ വലിയൊരു പടയാളിയും വലിയൊരു പോരാളിയുമല്ലേ അലക്സാണ്ടർ, അല്ലേ? ഉത്തരം തെറ്റാണ്. കുബ്ലൈ ഖാന്റെ രാജസദസ്സ്. ഞാൻ ഒരു ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ അതാണോ കൺഫേംഡ് ആണോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് മത്സരാർത്ഥികളെ സഹായിക്കാനാണ്, വഴി തെറ്റിക്കാനല്ല, വഴി തെളിക്കാനാണ്. ബാഡ് ലക്ക്. കുഴപ്പമില്ല. നിമ്മി പ്ലീസ്. സാമുവൽ കോൾറിഡ്ജ് എന്ന് കേട്ടിട്ടുണ്ടോ? വിശ്വസാഹിത്യത്തിലെ മഹാനായ സാമുവൽ കോൾറിഡ്ജിനെ കുറിച്ച്. ഇത് ഞങ്ങളുടെ അശോഭഹാരം. ഒപ്പം ഇത് ഒരു സാന്ത്വന സമ്മാനം മിർ റിയൽറ്റേഴ്സ് നൽകുന്നു ആതിരയ്ക്ക്. പലതും അറിഞ്ഞു കഴിയുമ്പോഴാണ് ഇനി അറിയാൻ എത്രയോ ബാക്കി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. അറിയാൻ ഇനി എത്രയോ ബാക്കി. നാളെ വീണ്ടും കാണുന്നത് ഈ രാത്രി പുത്തനറിവിന്റെ മേച്ചിൽപ്പുറങ്ങൾ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് ഫ്രം GS.